കോട്ടയം കോരിത്തോട്ടിൽ PC ജോർജ്, ആന്റോ ആന്റണി ഉൾപ്പെടെ നേതാക്കളെ ഒരു ചർച്ചയിൽ വെള്ളം കുടിപ്പിച്ച ആ മോഡറേറ്റർ ഇതാണ്. പത്തനംതിട്ട സ്വദേശി അഭിഭാഷകൻ ജോണി കെ ജോർജ്. PC ജോർജ് സകല ഊർജവും ഉപയോഗിച്ചാണ് മോഡറേറ്റർ ജോണി കെ ജോർജിനെതിരെ തട്ടിക്കയറിയത്. ആന്റോ ആന്റണിക്കും സമാന അനുഭവം തന്നെയായിരുന്നു. നിയമം നടപ്പിലാക്കുകയും നിയമം നിർമ്മിക്കുകയും ചെയ്യുന്നതാണ്. നമ്മൾ പറയുന്ന ആശങ്കയാണ്, നമ്മൾ പറയുന്ന ആവർത്തിക്കുകയാണ്. ഈ ചോദിക്കുന്നത് ഇത്രയേ ഉള്ളൂ, നിങ്ങൾ പത്രിക തിരുത്താൻ തയ്യാറുണ്ടോ? ഞങ്ങളുടെ പ്രകടന പത്രികയുടെ കാര്യത്തെ കുറിച്ച് ഞാൻ പറയുന്നത്, അതിനെപ്പറ്റിയല്ലേ ചോദിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇരുവരും പ്രകോപിതരായതെന്ന് മോഡറേറ്ററായിരുന്ന ജോണി കെ ജോർജ് പറയുന്നു. സ്ഥിരമായിട്ട് അവരുടെ ഒരു പതിവ് ശൈലിയുണ്ട്. എന്ത് ചോദ്യങ്ങൾ ചോദിച്ചാലും അവർ പറയാൻ ഉദ്ദേശിച്ചു വന്നിരിക്കുന്ന ചില കാര്യങ്ങൾ പറഞ്ഞിട്ട് പോകുന്ന ഒരു ശൈലി. അതിനപ്പുറത്തേക്ക് ഈ ടു ദ പോയിന്റ്, അതായത് അവിടെ ഉന്നയിക്കപ്പെട്ടത് 3 പ്രശ്നങ്ങളാണ്. ഒന്ന്, വന്യജീവി ആക്രമണം, രൂക്ഷമായ വന്യജീവി ആക്രമണം. 2, ഈ പട്ടയ പ്രശ്നം, മരമുറി വിഷയം, വനവൽക്കരണം, ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങളാണ്. ആ ചോദ്യങ്ങൾക്ക് മറുപടി പറയണമെങ്കിൽ അതിനെ സംബന്ധിച്ച് നിയമങ്ങളെ പറ്റി പഠിക്കണം. അടിസ്ഥാനപരമായി ഒരു ഹോംവർക്കും ചെയ്യാതെ ഒരു ചർച്ചയിലേക്ക് വന്നപ്പോൾ അവിടുത്തെ യഥാർത്ഥ വിഷയങ്ങളുടെ നിയമപരമായ പ്രതിസന്ധികളെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾക്ക് യഥാർത്ഥത്തിൽ അവർക്ക് മറുപടിയില്ല. എന്നാൽ മറുപടി പറഞ്ഞു കഴിഞ്ഞാൽ അവർ തന്നെ കോർണർ ചെയ്യപ്പെടും എന്നുള്ളൊരു ചിന്ത വന്നപ്പോൾ അവർ പ്രകോപിതരായി. ഇരുവർക്കും മറുപടി പറയാൻ താൻ അവസരം കൊടുത്തില്ല എന്ന് പറയുന്നത് തെറ്റാണ്. മറുപടി പറയാൻ അവസരം കൊടുക്കാഴിയല്ല, പകരം മറുപടിക്ക് പകരം എന്തൊക്കെയോ പറഞ്ഞു പോവുകയാണ്. അതല്ലല്ലോ പ്രതീക്ഷിക്കുന്നത്. കൃത്യമായൊരു ചോദ്യമുണ്ടെങ്കിൽ ആ ചോദ്യത്തിന് മറുപടി, അതിനുശേഷം വിശദീകരണം. ഇത് അവർ സ്ഥിരം ശൈലിയിൽ എന്തൊക്കെയോ പറഞ്ഞു പോവാണ്. അപ്പോൾ ജനങ്ങളുടെ കയ്യടി കിട്ടത്തക്ക രീതിയിൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു പോയാൽ പോരല്ലോ. ഒരു നിയമപരമായ പ്രശ്നം, ഇപ്പം ഞാൻ ആദ്യം പിന്നെ പറഞ്ഞല്ലോ, വന്യജീവി സംരക്ഷണ നിയമം എന്ന് പറയുന്ന ഒരു നിയമമാണ്. ആ നിയമത്തിനെ അടിസ്ഥാനമാക്കിക്കൊണ്ട് ആ നിയമം നടപ്പിലാക്കാൻ ശ്രമിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ് അവിടെയുള്ളത്. അപ്പോൾ ആ നിയമനിർമ്മാണം മുതൽ നിയമവ്യാഖ്യാനം മുതൽ നിയമം നടപ്പിലാക്കൽ വരെയുള്ള വിഷയങ്ങളിൽ ജനപ്രതിനിധി എന്നുള്ള നിലയിലുള്ള ഇടപെടലുകളെ സംബന്ധിച്ച് ചോദിക്കുമ്പോൾ വെറുതെ മോഡറേറ്ററെ കുറ്റം പറഞ്ഞിട്ടോ ഇതൊക്കെ ഞങ്ങൾ കുറെ കണ്ടതാണെന്ന് പറഞ്ഞിട്ടോ ഒന്നും കാര്യമില്ല. രാഷ്ട്രീയക്കാരുടെ പതിവ് ശൈലി ഇനിയെങ്കിലും മാറ്റണമെന്നും ജോണി കെ ജോർജ് പറയുന്നു. എല്ലായ്പ്പോഴും ഈ ജനപ്രതിനിധികൾ എന്ന് പറയുന്നത് ഈ ചോദ്യങ്ങൾക്കൊക്കെ അതീതരാണ്, ഇവരൊക്കെ രാജാക്കന്മാരാണ് എന്നൊരു ചിന്ത, ഒരു പൊതുബോധം എങ്ങനെയോ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇവരൊന്നും രാജാക്കന്മാരല്ല, ഇവരൊക്കെ ഇങ്ങനെ ബിംബവൽക്കരിക്കപ്പെട്ട് യഥാർത്ഥത്തിൽ ഇതിന്റെയൊക്കെ കാരണക്കാർ നമ്മൾ തന്നെയാണ്. നമ്മൾ ജനപ്രതിനിധികളോട് ചോദ്യം ചോദിക്കാൻ പാടില്ല. തെരഞ്ഞെടുത്ത് വിട്ടുകഴിഞ്ഞാൽ പിന്നീട് അവർ പറയുന്നത് കേട്ടുകൊണ്ട് തന്നെ ഇരുന്നോണം. നമ്മുടെ ഒന്നും ചോദ്യങ്ങൾക്ക് ഒരു മറുപടി പറയാൻ, ഏതെങ്കിലും ചോദ്യങ്ങൾ അവരോട് ചോദിച്ചാൽ അവർ അസഹിഷ്ണുത പ്രകടിപ്പിക്കുന്ന ഒരു രീതിയിലേക്ക് മാറി. വന്യമൃഗ ആക്രമണങ്ങൾക്കെതിരെ നിലവിലുള്ള നിയമങ്ങൾ പൊളിച്ചെഴുതണമെന്നാണ് ജോണി കെ ജോർജിന്റെ അഭിപ്രായം. റിപ്പോർട്ടർ, പത്തനംതിട്ട.